കാസർഗോഡ് പെരിയ കേന്ദ്ര സർവകലാശാല ക്യാമ്പസിന് സമീപം പുലി ഇറങ്ങി. ഏച്ചിക്കുണ്ട് സ്വദേശി മനോജിന്റെ വീടിന് മുന്നിലാണ് പുലി എത്തിയത്. മനോജിന്റെ വീട്ടിലെ CCTVയിലാണ് പുലിയെ കണ്ടത്. ഷെഫീഖ് നസറുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷെഫീഖ്, ഇത് എപ്പോഴാണ് ഈ പുലി ഇവിടേക്ക് ഇറങ്ങിയത്? ഈ പുലിയെ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രിയാണ് ഈ വീട്ടിന്റെ അടുത്ത് പുലി എത്തിയ വിവരം CCTVയിൽ കാണുന്നത്. CCTV ദൃശ്യം പരിശോധിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ യാദൃശ്ചികമായി പുലി എത്തി എന്ന വിവരം വീട്ടുകാരും അറിയുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ കേരള കേന്ദ്ര സർവകലാശാലയിലെ പെരിയയിലുള്ള ക്യാമ്പസിന്റെ പരിസരത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ ഈ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആ ഇടയിലാണ് ഇന്നലെ രാത്രി വീട്ടിന്റെ സമീപത്ത് ഇങ്ങനെ പുലി എത്തി എന്ന വിവരം ലഭിക്കുന്നത്. ഈ മനോജിന്റെ CCTV പരിശോധിക്കുമ്പോഴാണ് കാറിന് സമീപത്തായി ഇങ്ങനെ പുലി നിൽക്കുന്ന ഒരു ദൃശ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. സമയത്ത് വനം വകുപ്പ് ആ ഭാഗത്തെത്തി അവിടെ പുലിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ക്യാമ്പസിന്റെ പരിസരങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്. പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണം എന്നൊരാവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തൊട്ടടുത്ത് തന്നെ ധാരാളം വീടുകളുമുള്ള ഒരു പരിസരമാണ് ഈ പെരിയ ക്യാമ്പസിനോട് ചേർന്ന് തന്നെയാണ് ഈ മനോജിന്റെ വീടുള്ളത്. അവിടെ തന്നെയാണ് ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തുകയും എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും. ശരി, ഷഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.